കർത്താവായ യേശുവേ സ്തോത്രം. ബേർഡ് ഓഫ് ക്രൈസ്റ്റ് ചർച്ചിൻ്റെ ഓൺലൈൻ സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രതീഷ് KS. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പായി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ ദൈവമേ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഇന്നത്തെ ദൈവവചന പഠനത്തിൽ കൃപയായി സാന്നിധ്യമായി അങ്ങ് കൂടെ ഉണ്ടാകണമേ. അങ്ങയുടെ സത്യത്തിൽ നടത്തി ഞങ്ങളെ പഠിപ്പിക്കണമേ. യഹോവ ഭക്തി നിർമ്മലമായത്, അത് എന്നേക്കും നിലനിൽക്കുന്നു. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവമക്കളാകുന്നു. ദൈവം തന്നെ അനുസരിക്കുന്നവരെ പരിപാലിക്കുന്നു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, യഹൂദന്മാരുടെ ഇടയിൽ ആചരിച്ചു വന്ന ഒരു പെരുന്നാളായിരുന്നു പെസഹ. പെസഹ എന്നാരംഭിച്ചു എന്ന് പറയാമോ? മോശയുടെ കാലത്ത് ഇസ്രായേൽ മക്കൾ മിസ്രയീമിലെ അടിമത്വത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും അവർ 1-ാം മാസം, അതായത് അബീബ് മാസം, യഹൂദ കലണ്ടറിലെ 1-ാം മാസമാണ് അബീബ് മാസം എന്ന് പറയുന്നത്. ആ അബീബ് മാസം 14-ാം തീയതി അവർ പെസഹ ആചരിച്ചു. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് 4 പെസഹ പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. ഇതിൽ അവസാനത്തെ പെസഹയെ സംബന്ധിച്ച് നമുക്കിന്ന് പഠിക്കാം. താഴ്മ കാണിച്ച യേശു. വേദഭാഗം മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 7 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ എന്നിവ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ യേശു 2 ശിഷ്യന്മാരെ പെസഹ ഒരുക്കുന്നതിനായി യെരുശലേമിലേക്ക് പറഞ്ഞയച്ചു. അവർ കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം പോവുകയും ഒരുക്കപ്പെട്ട ഒരു മാളിക മുറി കണ്ടെത്തി അവിടെ കർത്താവിനും ശിഷ്യന്മാർക്കും പെസഹ ഒരുക്കുകയും ചെയ്തു. ഇനി പെസഹയെക്കുറിച്ച്. യഹൂദന്മാരുടെ പെസഹ ആചരിക്കുന്നതിന് പല ചടങ്ങുകൾ ഉണ്ടായിരുന്നു. ഒന്നാമതായി പുളിച്ച മാവ് മുഴുവൻ പുറത്തു കളയുന്നു. പിന്നീട് പെസഹ കുഞ്ഞാടിനെ ദേവാലയത്തിൽ കൊണ്ടുപോയി അറുത്ത് അതിൻ്റെ രക്തം യാഗപീഠത്തിന് മുമ്പിൽ ഒഴിക്കുകയും മജ്ജ യാഗപീഠത്തിലെ തീയിൽ എരിക്കുകയും ചെയ്യുന്നു. ഇറച്ചി വീട്ടിൽ കൊണ്ടുപോയി തീയിൽ ചുടുകയും ചെയ്യുന്നു. ഇറച്ചി കൂടാതെ പുളിപ്പില്ലാത്ത അപ്പം, കയ്പ് ചീര എന്നിവയും തയ്യാറാക്കുന്നു. കൈകാലുകൾ കഴുകുന്നതിന് വെള്ളം ക്രമീകരിക്കുന്നു. 2 ഘട്ടങ്ങളായിട്ടാണ് ചടങ്ങുകൾ നടത്തപ്പെടുന്നത്. 2 ഘട്ടങ്ങളിലും കൈ കഴുകലും അപ്പം മുറിക്കലും വീഞ്ഞുകുടിയും ഉണ്ട്. പ്രാർത്ഥനകളും സ്തുതിസ്തോത്രങ്ങളും ഉണ്ടായിരിക്കും. സന്ധ്യയോടുകൂടി യേശു ശിഷ്യന്മാരുമായി മാളിക മുറിയിലെത്തി അത്താഴത്തിനിരുന്നു. തൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ യൂദാ ഇസ്കാരിയോത്താവ് യേശുവിനെ തൻ്റെ ശത്രുക്കൾക്ക് കാണിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചിരുന്നു. അത് യേശു അറിഞ്ഞു. അതുമാത്രമല്ല, തൻ്റെ ക്രൂശുമരണവും ഉയിർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും എല്ലാം യേശു വ്യക്തമായി തൻ്റെ മുമ്പിൽ കണ്ടിരുന്നു. യേശു അത്താഴത്തിന് എഴുന്നേറ്റ് വസ്ത്രം ഉരിവെച്ച് ഒരു തോർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണി കൊണ്ട് തുവർത്തുവാനും തുടങ്ങി.
ഒരുപക്ഷെ യൂദായുടെ കാലായിരിക്കാം യേശു ആദ്യം കഴുകിയത്. യേശു ശീമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ യേശുവിനോട്, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം ഇപ്പോൾ നീ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. യേശു തൻ്റെ കാൽ കഴുകുവാൻ താൻ ഒരിക്കലും സമ്മതിക്കുകയില്ലെന്ന് പത്രോസ് പറഞ്ഞു. അപ്പോൾ യേശു, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് മറുപടി പറഞ്ഞു. പത്രോസ് ആകെ വിഷമിച്ചു. അവൻ യേശുവിനോട്, കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്നപേക്ഷിച്ചു. യേശു അവനോട്, കുളിച്ചിരിക്കുന്നവന് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കാൽ കഴുകി. ഇങ്ങനെ എല്ലാ ശിഷ്യന്മാരുടെയും കാൽ കഴുകിയ ശേഷം യേശു തൻ്റെ സാധാരണ വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്നു. യേശു കർത്താവ് താൻ ചെയ്ത ശുശ്രൂഷയുടെ അർത്ഥം ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തു. നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. നിങ്ങൾ പറയുന്നത് ശരി തന്നെ. അങ്ങനെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു എന്ന് യേശു അവരോട് പറഞ്ഞു. എന്നാൽ താഴ്മയുടെയും ശുശ്രൂഷയുടെയും മഹാത്മ്യം നമ്മെ പഠിപ്പിക്കുന്നതിന് യേശു ഒരു ദാസനെ പോലെ ശിഷ്യന്മാരുടെ കാൽ കഴുകുകയാണ് ഉണ്ടായത്. യേശു ശിഷ്യന്മാരുടെ കാൽ കഴുകിയ ശേഷം പെസഹ വിരുന്നിൻ്റെ ആദ്യ ഭാഗം നടത്തപ്പെട്ടു. ഇതിൽ യൂദയും ചാറ്റിൽ മുക്കിയ അപ്പം വാങ്ങി തിന്നു. അനന്തരം അവനോട്, നീ ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. അവൻ പുറത്തേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം യേശു അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം, അതായത് അപ്പം ഭക്ഷിച്ച ശേഷം, യേശു പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അവർ ആ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു. യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ രണ്ട് സുപ്രധാന സംഭവങ്ങളായി കാൽകഴുകൽ ശുശ്രൂഷയും തിരുവത്താഴ ശുശ്രൂഷയും കാണപ്പെട്ടു. രണ്ടും ഒരേ രാത്രിയിൽ ഒരേ സ്ഥലത്ത് വെച്ച് നടത്തുകയാണ് ഉണ്ടായത്. ഇനി ചില ചോദ്യങ്ങളാണ്. കൂട്ടുകാർക്ക് ഉത്തരം അറിയാമായിരിക്കും, ഇല്ലെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒന്നാമത്തെ ചോദ്യം, മോശയുടെ കാലഘട്ടത്തിൽ ഇസ്രായേൽ മക്കൾ പെസഹ ആചരിച്ചത് എന്തിനാണ്? ഇസ്രായേൽ മക്കൾ മിസ്രയീം അടിമത്തത്തിൽ നിന്നും രക്ഷ പ്രാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അല്ലേ? എല്ലാ വർഷവും 1-ാം മാസം, അതായത് അബീബ് മാസം 14-ാം തീയതി പെസഹ ആചരിക്കുമായിരുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, യേശു പെസഹ ഒരുക്കുന്നതിനായി ശിഷ്യരെ എവിടേക്കാണ് പറഞ്ഞയച്ചത്? നിങ്ങൾക്കറിയാം, യെരൂശലേമിലേക്ക് അല്ലേ? ഇനി മൂന്നാമത്തെ ചോദ്യം, കർത്താവിൻ്റെ നിർദ്ദേശപ്രകാരം എവിടെയാണ് ശിഷ്യർ പെസഹ ഒരുക്കിയത്? എവിടെയാണ്? മാളികാമുറിയിൽ അല്ലേ? ഇനി നാലാമത്തെ ചോദ്യം, യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് എത്ര പെസഹ പെരുന്നാളുകൾ ഉണ്ടായിരുന്നു? എത്രയാണ് ഉണ്ടായിരുന്നത്? നിങ്ങൾക്കറിയാം, 4 അല്ലേ? 4 പെസഹ പെരുന്നാളുകൾ ഉണ്ടായിരുന്നു. ഇനി അഞ്ചാമത്തെ ചോദ്യം, പെസഹ ആചരിക്കുമ്പോൾ യഹൂദർ പുളിച്ച മാവ് പുറത്ത് കളഞ്ഞ ശേഷം എന്താണ് ചെയ്യാറുള്ളത്? ആദ്യം അവർ പുളിച്ച മാവ് പുറത്ത് കളയും. അതിനുശേഷം എന്തു ചെയ്യും? പെസഹ കുഞ്ഞാടിനെ യാഗമായിട്ട് അർപ്പിക്കുന്നു അല്ലേ? ഇനി ആറാമത്തെ ചോദ്യം, അർപ്പിക്കപ്പെട്ട ആടിൻ്റെ ഇറച്ചിയോടൊപ്പം യഹൂദർ തയ്യാറാക്കുന്നത് എന്ത്? ഒന്ന് ഓർമ്മിച്ചാൽ അറിയാം. എന്താ?
പുളിപ്പില്ലാത്ത അപ്പവും കയ്പ് ചീരയും അല്ലേ? ഇനി 7ാമത്തെ ചോദ്യം. കൈകാൽ കഴുകൽ ചടങ്ങിന് ശേഷം എന്താണ് ചെയ്യാറുള്ളത്? എന്താണ് ചെയ്യാറുള്ളത്? പ്രാർത്ഥനയോടെയും സ്തുതി സ്തോത്രങ്ങളോടെയും അപ്പം മുറിക്കൽ, വീഞ്ഞു പാനം ചെയ്യൽ എന്നിവ നടത്തപ്പെടുന്നു. 8ാമത്തെ ചോദ്യം. യേശുവിനെ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുത്തത് ആര്? ആരാണ് കാണിച്ചു കൊടുത്തത്? ഇസ്കാരിയോത്ത് യൂദ അല്ലേ? എന്നാൽ യേശു അക്കാര്യം അറിഞ്ഞിരുന്നു. മാത്രമല്ല, തൻ്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവുമെല്ലാം യേശു വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഇനി 9ാമത്തെ ചോദ്യം. യേശു ശിഷ്യന്മാരുടെ ഓരോരുത്തരുടെയും കാൽ കഴുകൽ ശുശ്രൂഷ തുടങ്ങി. അങ്ങനെ പത്രോസിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അക്കാര്യത്തോട് യോജിച്ചില്ല. അപ്പോൾ യേശു എന്താണ് പത്രോസിനെ ഉപദേശിച്ചത്? ഞാൻ ചെയ്യുന്നതിൻ്റെ അർത്ഥം നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് യേശു പത്രോസിനെ ഉപദേശിച്ചു. മാത്രമല്ല, ഞാൻ നിന്നെ കഴുകാഞ്ഞാൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല എന്നും പറഞ്ഞു. ഇനി 10ാമത്തെ ചോദ്യം. കാൽ കഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം യേശു ശിഷ്യരെ ഉപദേശിച്ചത് എന്ത്? നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. അങ്ങനെയാണ് യേശു ശിഷ്യരെ ഉപദേശിച്ചത്. 11ാമത്തെ ചോദ്യം. കാൽ കഴുകൽ ശുശ്രൂഷ എന്തിനെയാണ് അർത്ഥമാക്കുന്നത്? എന്തിനെയാണ്? യേശു കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മളും പരസ്പരം സ്നേഹിക്കണം എന്നും പരസ്പരം ശുശ്രൂഷ ചെയ്യുന്നവരാകണമെന്നും കാൽ കഴുകൽ ശുശ്രൂഷയിലൂടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചു. 12ാമത്തെ ചോദ്യം. തിരുവത്താഴ ശുശ്രൂഷയിൽ യേശു കർത്താവ് എന്താണ് ചെയ്തത്? യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അത് തൻ്റെ ശരീരമെന്നും കർത്താവിൻ്റെ ഓർമ്മയ്ക്കായി അത് ചെയ്യണമെന്നും ഉപദേശിച്ചു. അപ്രകാരം അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് വീഞ്ഞ് ശിഷ്യർക്കായി പകർന്നുകൊണ്ട് തൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമമെന്നും അത് കുടിക്കുമ്പോഴൊക്കെയും കർത്താവിനെ ഓർമ്മിക്കുവാനും ഉപദേശിച്ചു. ഇനി 13ാമത്തെ ചോദ്യം. മാളികാമുറിയിൽ നടന്ന സുപ്രധാനമായ 2 സംഭവങ്ങൾ ഏതെല്ലാം? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏതൊക്കെയാണ്. ഒന്നാമത്തത് കാൽ കഴുകൽ ശുശ്രൂഷ. രണ്ടാമത്തതോ തിരുവത്താഴ ശുശ്രൂഷ. ഇവ രണ്ടും ഒരേ രാത്രിയിൽ ഒരേ സ്ഥലത്താണ് സംഭവിച്ചത്. പഴയ നിയമത്തിൽ പെസഹയ്ക്കായി കുഞ്ഞാടിനെ ദൈവത്തിന് യാഗമായി അർപ്പിക്കുമായിരുന്നു. പെസഹ കുഞ്ഞാട് കർത്താവിൻ്റെ നിഴലാണ്. പുതിയ നിയമത്തിൽ യേശു തന്നെത്താൻ യാഗമായി അർപ്പിക്കുകയായിരുന്നു. അങ്ങനെ സകല മനുഷ്യരുടെയും പാപമോചനവും നിത്യരക്ഷയും സാധ്യമായി തീർന്നു. ഇനി ഇന്നത്തെ ബൈബിൾ വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 14-ാം വാക്യം. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാൽ കഴുകേണ്ടതാകുന്നു. അപ്പോൾ ക്ലാസ് കൂട്ടുകാർ ശ്രദ്ധിച്ച് കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം കൃപ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ സകലവിധ ദോഷങ്ങളിൽ നിന്നും വിടുവിക്കണമേ കർത്താവേ. അങ്ങയുടെ തണലിൽ ഭദ്രമായി കാക്കണമേ. ദൈവിക സമാധാനവും സന്തോഷവും നൽകിയവരെ അനുഗ്രഹിക്കണമേ. സ്തോത്രം ചെയ്യുന്നു. ആമേൻ.